ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റാഷിദ് ഫ്രം മോട്ടീസ് അക്കാഡമി ചെറുപ്പശ്ശേരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ എന്ന പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഗോൾഡൻ റൂൾ നമ്മൾ നോക്കി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിൽ എന്താണ് റിസീവർ, ആരാണ് ഗീവർ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ടാസ്ക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്താണ് അന്നന്ന് നടക്കുന്ന ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് ഇത്തരത്തിൽ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന്, ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ആരാണ് റിസീവർ, ആരാണ് ഗീവർ എന്നുള്ളത് നമ്മളെന്താണ് കണ്ടുപിടിക്കുകയാണ്. ആ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കെന്താണ് റിസീവറെ ഡെബിറ്റ് ചെയ്യാനും ഗീവറെ ക്രെഡിറ്റ് ചെയ്യാനും ഉള്ള ഐഡിയ എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും. അപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ വന്നിട്ട് എന്താണ്, പെയ്ഡ് ടു ഷാനു പ്രൈവറ്റ് ലിമിറ്റഡ് ₹16,000 ബൈ ചെക്ക്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഷാനു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 16,000 രൂപ കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? ചെക്കായിട്ടാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെക്ക് എന്ന് എവിടെ കണ്ടാലും നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരേണ്ട സംഭവം എന്താണ്? ബാങ്കാണ്. ചെക്ക് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഡെബിറ്റ് ചെയ്യാനോ ക്രെഡിറ്റ് ചെയ്യാനോ യൂസ് ചെയ്യൂല. ആ ഒരു ചെക്കിന് പകരം നമ്മൾ എന്താണ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുക. അപ്പോൾ അത് എപ്പോഴും നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, പെയ്ഡ് ടു ഷാനു പ്രൈവറ്റ് ലിമിറ്റഡ്. ഷാനു പ്രൈവറ്റ് ലിമിറ്റഡിനെ പേ ചെയ്തു. അപ്പോൾ പേ ചെയ്യുമ്പോൾ ഇവിടെ ആരായിരിക്കും റിസീവർ? നമ്മളൊരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ അയാൾ ആണ് റിസീവർ ഉണ്ടാകുക, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചെക്ക് കൊടുക്കുമ്പോൾ ആരാണ് ആ ചെക്ക് റിസീവ് ചെയ്യുന്ന ആൾ? ഷാനു പ്രൈവറ്റ് ലിമിറ്റഡ്. വെരി ഗുഡ്. ഷാനു PVT. ഷാനു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എന്ത് ഇവിടെ റിസീവർ. ക്രെഡിറ്റഡ് ഗിവർ ആരാണ്? ഗിവർ ആരാണ്? ഷാനു കൊണ്ടുപോയി ഈ ചെക്ക് എവിടെയാണ് കൊടുക്കുന്നത്? ബാങ്കിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 16,000 രൂപ കൊടുക്കുന്നത് ആരാണ്? ബാങ്ക് ആണ്. അപ്പം ഈ ട്രാൻസാക്ഷനിലെ റിസീവർ ഷാനു പ്രൈവറ്റ് കമ്പനിയും ഗിവർ ആരാണ്? ബാങ്കും ആയിരിക്കും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നമ്മൾ എന്താണ് റിസീവറേയും ഗിവറേയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത എന്താണ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം റാം ₹200. അപ്പോൾ ഇതിൽ റിസീവ് ചെയ്യുന്ന ആൾ ആരാണ്? റാം ആണ്, അല്ലേ? ക്യാഷ് റിസീവ്ഡ് ഫ്രം റാം. ആ റാമിൽ നിന്ന് നമ്മൾ പൈസ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാം ആരാണ്? ഇവിടെ ഗിവർ ആയിരിക്കും. റാം ആണല്ലോ നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ റാം എന്താണ്? ഇവിടെ ഗിവറാണ്. പിന്നെ എന്താണ് തരുന്നത്? 200 റുപ്പീസാണ് തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ 200 എന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ 200 എന്താണ്? ക്യാഷ് ആണ്. ആ ക്യാഷിനാണ് നമ്മൾ റിസീവറിൽ എന്താണ് എഴുതുക? ക്യാഷ് എന്നാണ് എഴുതുക. അപ്പോൾ റാമിൽ നിന്ന് 200 റുപ്പീസ് ക്യാഷ് സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ റിസീവർ എന്താ വരിക? ക്യാഷ് ആണ് വരിക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെക്കാണെങ്കിൽ ബാങ്ക് വരും. ഇവിടെ എന്തെങ്കിലും എമൗണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണെങ്കിൽ ക്യാഷ് ആയിരിക്കും വരിക. റുപ്പീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസീവർ ആയിട്ട് എന്താണ് എഴുതേണ്ടത്? ക്യാഷ് ആണ് എഴുതേണ്ടത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ₹7,000. അപ്പോൾ ഇവിടെ ആരായിരിക്കും റിസീവർ? നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് 7,000 റുപ്പീസ് അടക്കുകയാണ്. അപ്പോൾ അവിടെ റിസീവ് ചെയ്യുന്ന ആൾ, ആ പൈസ മേടിക്കുന്ന ആൾ ആരായിരിക്കും? ബാങ്ക് ആയിരിക്കും. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ റിസീവർ ആരാണ്? ബാങ്ക് ആണ്. ഇനി ഗിവർ എന്താണ്? ഗിവർ ഇവിടെ നമ്മളൊരു ഇന്ന കമ്പനിക്ക് കൊടുക്കുന്നു, ഇന്ന ആൾക്ക് കൊടുക്കുന്നു എന്നൊന്നും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ട്രാൻസാക്ഷനിൽ എന്താണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? 7,000 റുപ്പീസ് എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഗിവറിൻ്റെ ആ ഭാഗത്ത് ഗിവറായിട്ട് നമ്മൾ ആരെയാണ് ഇവിടെ കൊടുക്കുക? ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക, ക്യാഷാണ് കൊടുക്കുക. അത് ആ രീതിയിൽ തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി എന്താണ്, വിഡ്രോ ₹10,000 ഫോർ പേഴ്സണൽ യൂസ് ഫ്രം ബാങ്ക്. ഈ ട്രാൻസാക്ഷനിൽ ആരാണ് റിസീവർ, ആരാണ് ഗിവർ? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡ്രോയിങ്സ് അക്കൗണ്ടിനെ കുറിച്ചിട്ട്. അതായത് ബിസിനസ്സിലുള്ള ഒരു പാർട്ണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നത് എന്തിൻ്റെ അണ്ടറിലായിരിക്കും? അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നുള്ളത്. അപ്പോൾ വിഡ്രോ നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങളെ മനസ്സിൽ ആദ്യം വരേണ്ട സംഭവം ഡ്രോയിങ്സ് എന്നായിരിക്കണം. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് പൈസ കൊടുക്കുന്നത് ആരാണ്? ഇവിടെ ബാങ്കാണ് പൈസ കൊടുക്കുന്നത്, അല്ലേ? ബാങ്കിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മളുടെ പാർട്ട്ണറിന് പൈസ കൊടുക്കുന്നത് ആരാണ്? ഗിവർ ആരാണ്? ഇവിടെ ബാങ്കാണ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസാക്ഷനിലെ
ഗിവർ നമ്മൾ കണ്ടുപിടിച്ചു. ആരാണ് ഗിവർ? ബാങ്ക് ആണ്. ഇനി നമ്മൾക്ക് എന്താണ് ഇവിടെ നേരത്തെ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്, വിഡ്രോ എന്ന് പറഞ്ഞിട്ട്. ആ വിഡ്രോ കാണുമ്പോൾ നമ്മൾ എന്താണ് റിസീവറിൽ കൊടുക്കേണ്ട സാധനം ഡ്രോയിങ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ക്യാഷൊക്കെ മനസ്സിലാക്കി വെച്ച പോലെ തന്നെ ഈ ഡ്രോയിങ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തെ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റിസീവർ എന്തായിരിക്കും ഈ ട്രാൻസാക്ഷനിൽ? ഡ്രോയിങ്സ് ആയിരിക്കും. ഗിവർ ആയിരിക്കും? ബാങ്ക് ആയിരിക്കും. ഇനി എന്താണ് അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. ഓപ്പൺ കറണ്ട് അക്കൗണ്ട് ഇൻ SBI ബൈ ഡെപ്പോസിറ്റിംഗ് ₹25,000. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളെന്താണ് 25,000 രൂപ SBI ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മളൊരു കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് 25,000 രൂപ മേടിക്കുന്നത് ആരാണ്? SBI ആണ്. അപ്പോൾ റിസീവർ ഇവിടെ എന്തായിരിക്കും? ബാങ്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SBI ബാങ്ക് എന്ന് എഴുതാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? റിസീവർ ഇവിടെ ബാങ്ക് ആണെന്ന് പറഞ്ഞു. ഗിവർ ആരായിരിക്കും? ഇവിടെ ഗിവർ ആരാണെന്ന് പറഞ്ഞില്ല. കറണ്ട് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അവിടെ എഴുതേണ്ടത് ക്യാഷാണ്. നമ്മൾ ഗിവ് ചെയ്യുന്ന സാധനം എന്താണ്? ക്യാഷാണ്. ഗിവർ ഇല്ലെങ്കിൽ ഗിവ് ചെയ്യുന്ന സാധനം എന്താണോ ആ സാധനത്തിനെ നമ്മൾ എഴുതുക. ഇവിടെ നമ്മൾ ഗിവ് ചെയ്യുന്നത്, കൊടുക്കുന്നത് എന്താണ്? ക്യാഷാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിലെ റിസീവർ ആരാണ്, ഗിവർ ആരാണെന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഓരോ ട്രാൻസാക്ഷനിലെയും ഡെബിറ്റ്, റിസീവറിനെ ഡെബിറ്റ് ചെയ്യണം, ഗിവറെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമാക്കി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. റിസീവ്ഡ് ചെക്ക് ഫ്രം കൽപ്പന ₹12,000. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് കൽപ്പനയിൽ നിന്ന് എന്താണ് ചെക്ക് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്നത് ആരാണ്? എപ്പോഴും എന്തായിരിക്കും? ചെക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താണ് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? ബാങ്ക് എന്നാണ്. കാരണം ബാങ്ക് എന്നാണല്ലോ നമ്മൾ റിസീവ് ചെയ്യുക, പൈസ റിസീവ് ചെയ്യുക. ചെക്ക് കൊടുക്കുക ആർക്കാണ്? ബാങ്കിനാണ്. അപ്പോൾ ബാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുക? അവിടുത്തെ റിസീവർ ആകുക. അപ്പോൾ കൽപ്പന കണ്ട അവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എന്ത്? കൽപ്പനയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൽപ്പനയിൽ നിന്ന് മേടിക്കുമ്പോൾ കൽപ്പനയാണ് നമുക്ക് തരുന്ന ആള്, കൽപ്പനയാണ് ഗിവർ. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പേര് അവിടെ മെൻഷൻ ചെയ്യണം. എന്താണ് ആ പേര്? കൽപ്പന അല്ലേ. അപ്പോൾ കൽപ്പനയാണ് ഈ ട്രാൻസാക്ഷനിലെ ഗിവർ, ബാങ്ക് ആണ് ഈ ട്രാൻസാക്ഷനിലെ റിസീവർ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? റിസീവ്ഡ് ചെക്ക് ഫോർ ₹19,000 ഫ്രം അവർ ഡെപ്റ്റർ മീന. ഇതിൽ പറയുന്നത് എന്താണ്? ഡെപ്റ്റർ മീന എന്നാണ് പറയുന്നത്. ഡെപ്റ്റർ മീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീന നമുക്ക് പൈസ തരാനുള്ള ആളാണ്. എന്ത്? മീന നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് കടായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാണിക്കാനാണ് നമ്മളിവിടെ ഡെപ്റ്റർ മീന എന്ന് പറയുന്നത്. അപ്പോൾ കടായിട്ട് മേടിച്ചിട്ടുള്ള സാധനത്തിലേക്ക് മീന എന്ത് തരികയാണ്? നമുക്കൊരു 19,000 രൂപയുടെ ചെക്ക് തരികയാണ്. അപ്പോൾ ചെക്കാണ് തരുന്നത്. അപ്പോൾ അത് എന്തായാലും ബാങ്ക് ആയിരിക്കും. റിസീവ് ചെയ്യുന്നത് ആരായിരിക്കും? ബാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബാങ്ക് എന്ന് എഴുതി. ഗിവർ ആരായിരിക്കും? ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, മീനയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ചെക്ക് തരുന്നത്. അപ്പോൾ എന്താണ്? മീനയുടെ പേരാണ് നമ്മൾ എന്താണ് ഗിവറിൻ്റെ അവിടെ എഴുതുക. അപ്പോൾ ഗിവർ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. റിസീവർ ആരാണെന്ന് ഈ ട്രാൻസാക്ഷനിലത്തെ റിസീവറേയും ഗിവറേയും നമുക്ക് എന്താണ് തരംതിരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോകാം. റിസീവ്ഡ് ആൻ എമൗണ്ട് ഓഫ് ₹16,000 ഫ്രം റാമിൽ നിന്ന് 16,000 രൂപ റിസീവ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഒരു പേര് അവിടെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, റാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എന്താണ് റാം തരുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞു പൈസ ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കും? ക്യാഷാണ് റിസീവ് ചെയ്യുക. കൊടുക്കുന്നത് ആളാരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റാം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിലെ ഈ ട്രാൻസാക്ഷനിലെ റിസീവറേയും ഗിവറേയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത ട്രാൻസാക്ഷനിൽ? പെയ്ഡ് അവർ ക്രെഡിറ്റർ രാജു ₹2,500 ബൈ ക്യാഷ്. അതായത് ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകൾ. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളായ രാജുവിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ₹2,500 കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇതിൽ ആരാണ് റിസീവർ, ആരാണ് ഗിവർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? രാജുവിനെ ആരാണ് നമുക്ക് പൈസ തരുന്നത്? ഗിവർ ആരാണ്? റിസീവർ ആരാണ്? ഇതിൽ റിസീവർ ആരാണ്? നമ്മൾ രാജുവിന് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, 2,500. അപ്പോൾ രാജു ആണ് ഇവിടുത്തെ റിസീവർ, പൈസ റിസീവ് ചെയ്യുന്ന ആൾ. എന്താണ് റിസീവ് ചെയ്യുന്നത്?
നമ്മളിവിടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് 2500 രൂപയാണ്. അപ്പോൾ പൈസയുടെ കണക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ക്യാഷ് ആണ് ഗിവറായിട്ട് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഈ ട്രാൻസാക്ഷനിലും നമ്മൾ എന്ത് ചെയ്തു റിസീവർ ആരാണെന്നും ഗിവർ ആരാണെന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത ട്രാൻസാക്ഷനിൽ പെയ്ഡ് ചെക്ക് ഫോർ ₹6000 ടു സഞ്ജു ഇലക്ട്രോണിക്സ്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്, സഞ്ജു ഇലക്ട്രോണിക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 6000 രൂപയുടെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കുന്നത് ആരായിരിക്കും, ഇവിടെ ആരാണ് ചെക്ക് റിസീവ് ചെയ്തത് അത് പറയട്ടെ. നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് സഞ്ജുവിനാണ് അല്ലേ. ആ സഞ്ജു ആണ് എന്ത് ഇവിടെ റിസീവർ. ഗിവർ ഇവിടെ ആരായിരിക്കും, ആരാണ് സഞ്ജുവിന് പൈസ കൊടുക്കുക, ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും എന്താണ് ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ബാങ്കാണ് ആ പൈസ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് നമ്മൾ റിസീവറേയും ഗിവറേയും കണ്ടുപിടിച്ചു. ഇനി ഈ ഒരു ഗോൾഡൻ റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി എന്താണ് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഗോൾഡൻ റൂൾ ഉണ്ടല്ലോ, ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗീവർ, അത് എങ്ങനെ നമുക്ക് നമ്മളുടെ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷാനു ആണ് റിസീവർ, റിസീവർ ആരാണ് ഗിവർ ആരാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലെഡ്ജറിലേക്ക് ആക്കണം. അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. So stay tuned, see you in the next video.